ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ വഴി ഞാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും ഒന്ന് കണ്ണുപിടിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അപ്പമാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അപ്പത്തിൻ്റെ കളിയും കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എന്നാ പറയണേ, അപ്പം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നെങ്കിൽ കുറേ ദിവസം അടുപ്പിച്ച് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞേക്കണം. കാരണം ഹസ്ബൻഡിന് പിന്നെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ആണ് അങ്ങനെ പറയണേ. എനിക്കാണെങ്കിൽ അപ്പം എന്ന് പറയുന്ന സാധനം വല്ല ഇറച്ചിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കറിയും കൂടിയാണ്. വേറെ ഒന്നുമല്ല, സാമ്പാർ നമുക്ക് ഇഡ്ഡലിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പത്തിന് എനിക്ക് സാമ്പാർ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇന്ന് സാമ്പാർ വയ്ക്കുക, അപ്പോൾ ഉണ്ടാക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പൊളിപ്പയറുണ്ട്, അതൊന്ന് തോരൻ വെക്കണം. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇന്നത്തെ വ്ളോഗ് തന്നെയാണ് കേട്ടോ, വ്യാഴാഴ്ചത്തെ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിലൊന്ന് പോകണം. ഇപ്പോൾ ഞാൻ മാക്സിമം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, പറ്റുന്ന ദിവസങ്ങളിൽ. അപ്പോൾ മിക്കപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് പോകാറ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ച കേട്ടോ. ഇന്ന് ഒരു ചെറിയൊരു വിശേഷം ഇല്ലായികയില്ല, വേറൊന്നുമല്ല. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ബിനുവേട്ടന് എന്നാ പറയണേ, ഓട്ടം ഉള്ള ദിവസമാണ്. അപ്പോൾ ഇടുക്കിക്ക് ഓട്ടം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബിനുവേട്ടന് ഓട്ടം പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ബിനുവേട്ടനും പോയി പിള്ളേരെയും പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ കേട്ടോ. അപ്പോൾ അതാണ്. എല്ലാവരും ചിലരൊക്കെ ഭയങ്കര ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷേ ഇവിടെ ആഘോഷമൊന്നും ഉണ്ടാവാറില്ല. ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ തലേന്നാണ്, അങ്ങനെയാണ് ഇവിടെ നോക്കണേ കേട്ടോ. ദിവസം അങ്ങനെയാണ്, പക്ഷേ ഡേറ്റ് വന്നത് ആഗസ്റ്റ് 22-ാം തീയതിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആഘോഷം അതല്ല, അത് പകയം കൊടുക്കുക. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാനായിട്ട് എടുത്ത് വെച്ചതാണ്. ഇന്ന് ഇച്ചിരി സാമ്പാർ കഷ്ണം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കത്തി എടുത്ത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കത്തി ഒടിഞ്ഞു പോയി കേട്ടോ. ഈ സ്റ്റീലിൻ്റെ കത്തിയുടെ പിടിയുടെ അവിടെ കൊണ്ടങ്ങ് ഒടിഞ്ഞു പോരും, എന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കത്തിയും ഇതിന് മുമ്പുണ്ടായിരുന്ന കത്തിയും ഒന്നിച്ച് ഒറ്റ സെറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ആണ് ആ സെറ്റായിട്ട് കിട്ടിയ കത്തി, ലാസ്റ്റ് കത്തിയാണിത്. ഇതും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കത്തിയുടെ കാര്യം തീരുമാനമായി. പിന്നെ ഒരു കറുത്ത ഒരു പിച്ചാത്തി കത്തി ഉണ്ട്, അത് അച്ചുകൂടിന് എവിടെയോ കൊണ്ടുവച്ച് കളഞ്ഞിട്ടുണ്ട്. അതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് മൂർച്ച പറയുമ്പോൾ നമ്മളിങ്ങനെ കത്തി മാറി എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് പുതിയ കത്തിയാണ്. പുതിയതൊന്നുമല്ല, തുരുമ്പെടുത്തിരിക്കുന്ന കത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിയാണെങ്കിൽ സ്ഥിരമായിട്ടങ്ങ് ഉപയോഗിക്കും. പിന്നെ നേരത്തെ ഉണ്ടാകുന്ന കത്തി വലിപ്പം കൂടുതലായിരുന്നു. അന്നേരം ഈ കത്തി എവിടെ വെച്ചേക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കത്തിയെല്ലാം എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഭദ്രമായിട്ടങ്ങ് കയറ്റി വയ്ക്കും. പിന്നെ നമ്മൾ തപ്പി ചെല്ലുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വരും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം തപ്പിയപ്പോൾ എന്തായാലും കിട്ടി. അപ്പോൾ ഇച്ചിരി എന്താ പറയണേ, ആ സ്റ്റീലിൻ്റെ അവിടെയൊക്കെ പതിയെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മൂർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സാമ്പാർ ഇവിടെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? കുറേ ദിവസം കൂടിയൊക്കെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയണേ, എന്തൊക്കെയോ പറയാൻ മനസ്സിലുണ്ട്, പക്ഷേ ഇങ്ങ് വന്നില്ല. നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയണമെന്ന് ഓർത്തിങ്ങനെ പറയും കേട്ടോ. പലപ്പോഴും ഞാൻ ചെയ്യണ പരിപാടിയാണ്. റെക്കോർഡൊക്കെ ചെയ്ത് കഴിയുമ്പം വേണ്ട, അത് പറയണ്ട എന്ന് പറഞ്ഞാൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, എന്നിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യും. ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് പലതും ഇങ്ങനെ പറയാൻ വന്നെങ്കിലും ഞാനങ്ങ് വിഴുങ്ങി കളയുവാണ്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റി എല്ലാവർക്കും എന്താ പറയണേ, റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ റെഡിമെയ്ഡ് സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അതേ രീതിയിൽ തന്നെ ചെയ്യും, അല്ലാത്തവർക്ക് റെഡിമെയ്ഡായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 399 രൂപയാണ്, ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. മെറ്റേണിറ്റി, അതായത് ഫ്രണ്ടിൽ ഓപ്പൺ വരേണ്ടതിന് അതിന് 430 രൂപയാണ് കേട്ടോ. അതും ഷിപ്പിംഗ് ചാർജ് ഇല്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നൈറ്റിക്ക് 299 പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും. നൈറ്റിക്ക് മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ എടുക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നൈറ്റിയൊക്കെ വാങ്ങുമ്പോൾ ഒരു 2-3 നൈറ്റിയൊക്കെ ഒന്നിച്ച് വാങ്ങുവാണെങ്കിൽ ഒറ്റ ഷിപ്പിംഗ് ചാർജ് തന്നെ ഡെലിവറി ചെയ്യും കേട്ടോ. നൈറ്റിക്ക് വെയിറ്റ് കുറവാണ്. പക്ഷേ ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ 2 ഒറ്റ ഷിപ്പിംഗ് ചാർജ് പോവും. അത് കൂടുതലുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടും കേട്ടോ. ഫ്രോക്ക് നൈറ്റിക്ക് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓണമൊക്കെ എല്ലാവർക്കും എവിടം വരെ ആയി?
ഓണമൊന്നും ഈ വർഷം ആർക്കും ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ വയനാട്ടിൻ്റെ കാര്യം ഓർക്കുമ്പം ഓണം ഒന്നും ആരും ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല, അറിയില്ല എന്തായാലും. അപ്പോൾ ഇതാ അങ്ങനെ പച്ചക്കറി ഏകദേശം അരിഞ്ഞ് തീരാറായി. അപ്പോൾ അതാ നമ്മുടെ എന്നാ പറയണേ, കിഴങ്ങ് ഒക്കെ എല്ലാം അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പയർ ഞാൻ ഇന്നലെ പൊളിച്ച് വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. പയർ പൊളിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുക്കി വയ്ക്കുക, ഓരോ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ പൊളിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഒരുക്കി വെക്കുക എന്ന് പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ തലേന്ന് ഈ പൊളിപ്പയറാകാൻ പറയാമല്ലോ, നല്ല പണിയാണ്. രാവിലെ എണീറ്റിട്ട് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂറെങ്കിലും അതിനങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയിൽ പൊളിച്ച് വെച്ചാൽ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നേരത്തെ വെള്ളം ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി അരപ്പും ചേർത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അവിടെ റെഡിയാവും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കറിവേപ്പില ഇല്ലാതല്ലോ എന്ന് ഓർക്കുക. പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി കറിവേപ്പില എടുത്തോണ്ട് വന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ പറയണേ, ഷൂട്ടിങ് ആ രീതിയിലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ ഇന്ന് കാണിച്ചു തരായിരുന്നു, പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതാ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം അത്യാവശ്യം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഒരു അലാം അടിക്കുന്ന ആരെങ്കിലും കേട്ടോ. ഞാൻ ഈ കഞ്ഞി അടുപ്പ് വെച്ചിട്ട് തെർമൽ കുക്കറിനകത്ത് ഇറക്കി വെക്കുമ്പോൾ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണമാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ചതാണ്. അപ്പോൾ അത് അവിടെ അങ്ങനെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി അപ്പം ചുട്ടേക്കാം എന്നോർത്തു. അപ്പത്തിൻ്റെ തവ കഴിഞ്ഞ ദിവസം കുഴിച്ചു എന്ന് പറഞ്ഞില്ലേ, കുഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവ് ഉണങ്ങി വരികയില്ല, സൈഡ് ഇങ്ങനെ ശരിക്കും ഉണങ്ങി വരും, നടുവ് ഉണങ്ങി വരികയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ പണ്ടത്തെ പോണൊക്കെ തന്നെ ആക്കി തന്നു. ഇപ്പോൾ ആ പാത്രത്തിൻ്റെ ഏകദേശം പരിപ്പ് ഇളകിയിട്ടുണ്ട്. എന്താ പറയണേ, ആ പാത്രത്തിൻ്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിന് എപ്പോൾ തീരുമാനമായെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാ കിഴങ്ങൊക്കെ ക്ലീൻ ചെയ്തു, അപ്പമായി, പരിപ്പ് അടുപ്പായിരിക്കുന്നു. അതൊക്കെ വേഗമാട്ടെ കേട്ടോ. ഇനിയിപ്പം നമ്മൾക്ക് ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ പോക്ക് നടക്കില്ല. അപ്പോൾ ഇതാ പയർ തോരനായിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. പയർ തോരൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പം ആയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ എന്നായിരുന്നു, കട്ടൻ ചായ അതും ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കട്ടൻ ചായ വെച്ചേക്കണേ, പാലും ചായ പിന്നെ കുടിക്കാമെന്ന് വെച്ചു, വന്നിട്ട് കുടിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുക്കുട്ടനും ജാനുട്ടനും ചായയുടെയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ്. അച്ചുക്കുട്ടന് ഒരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ നാളെ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഒന്ന് റെഡി ആവാം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വേഗം തന്നെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ചുക്കുട്ടൻ എന്തോ ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ബുക്കൊക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ അവൻ്റെ സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഞാൻ വേഗം തന്നെ റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ അവരെ വിട്ടു. അവരെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ സൂക്കിൻ്റെ ബാഗാണ്, നമുക്ക് പണ്ട് ഒരു കൊളാബ് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ കൊളാബൊന്നും ഇല്ല, നമ്മുടെ ചാനൽ വ്യൂ കുറഞ്ഞു പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ആവട്ടെ, കിട്ടുമ്പോൾ കിട്ടട്ടെ അല്ലേ. നമ്മൾ ആ ജോലിക്ക് പോയതോടുകൂടി നമ്മുടെ ചാനലിൻ്റെ അതെല്ലാം അങ്ങ് താഴേക്ക് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ വീഡിയോകളിലും കുറവാണ്, അതിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്താണ്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഭാഗമാണ്. പിന്നെ അന്നേരമാണ് വീഡിയോ എടുത്തത് കേട്ടോ. ഈ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു മടിയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതിനുള്ളൊരു ഇതായില്ല. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അപ്പം സാമ്പാർ എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ ഇച്ചിരി പയറ് മെഴുക്കുവരട്ടിയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ചായയും തിളപ്പിച്ചിട്ട് ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുറ്റൊന്ന് പോട്ടെ, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തയ്ക്കാനിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തയ്യലിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് തയ്യലിൻ്റെ വീഡിയോ ഇടുന്നില്ലേ എന്ന്. മനഃപൂർവ്വം ഇടാത്തതല്ല, ചെറിയൊരു സമയക്കുറവും കൊണ്ട് ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നേരത്തെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്